ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് എന്ന ജാപ്പനീസ് അനിമി സീരീസിൻ്റെ എപ്പിസോഡ് 4 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ എന്നെ എൻകറേജ് ചെയ്യുന്നത്. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് സീസൺ 1 എപ്പിസോഡ് 4. ആ പ്രിൻസസ് ഹീറോനെ പ്രപ്പോസ് ചെയ്യുന്ന കേട്ടിട്ട് അവളെ കൂടെയുള്ള സോൾജർ ആണെങ്കിൽ, ലെക്സിയ, നീ ഒരു രാജ്യത്തിന്റെ പ്രിൻസസ് ആണെന്നുള്ള ബോധം വേണം. അവൻ നിന്നെ രക്ഷിച്ചിട്ടുണ്ടാവും, പക്ഷെ അവനെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്ന സമയത്ത് ലെക്സിയയും അത് കേട്ടിട്ട്, എനിക്ക് അവനോട് തോന്നിയത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. നിങ്ങളുടെ ജോലി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ, ഇവിടെ ഇനിയും മോൺസ്റ്റേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ആ സോൾജറും ഷോക്കായിട്ട്, ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണോ നിന്റെ വീട് എന്ന് ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ അവർ വീട്ടിലെത്തുന്ന സമയത്ത് ആ സോൾജർ ആണെങ്കിൽ, ഞങ്ങൾ ആദ്യം സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഓവൻ, ഞാൻ ആസ്ലിയ കിണ്ടത്തിലെ നൈറ്റ്സിൻ്റെ ക്യാപ്റ്റനാണ് എന്ന് പറയുമ്പോൾ ലെക്സിയാണെങ്കിൽ, ഞാനാണ് ആസ്ലിയ കിണ്ടത്തിലെ ആദ്യത്തെ രാജകുമാരി. അന്ന് നിങ്ങളെന്നെ രക്ഷിച്ചതിന് ഞാൻ പേഴ്സണലി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഹീറോയും ജെർക്കായിട്ട്, നിങ്ങളൊരു പ്രിൻസസ് ആണെന്ന് എനിക്ക് മുമ്പേ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഫോർമലായിട്ട് സംസാരിച്ചേനെ എന്ന് പറയുമ്പോൾ ആ സോൾജർ ആണെങ്കിൽ, അതൊന്നും കുഴപ്പമില്ല, ഇത് ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള വിസിറ്റ് അല്ലേ, അല്ല നിന്റെ പേരെന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയും യുയ ടെൻജോ എന്ന് പറയുമ്പോൾ ആ സോൾജർ ആണെങ്കിൽ, ആസ്ലിയ കിണ്ടത്തില് ഇതുപോലുള്ള പേര് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ലെക്സിയേം, ഇവൻ ചിലപ്പോൾ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് വന്ന നോബിളായിരിക്കും, അങ്ങനെയാണെങ്കിൽ മാരേജ് എളുപ്പമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സോൾജർ ആണെങ്കിൽ, ഇവൻ മറ്റേതെങ്കിലും കൺട്രിയിലെ സ്പൈ ആവാനും ചാൻസ് ഉണ്ട്, പക്ഷെ ഇവനെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് ചിന്തിച്ചിട്ട്, നിങ്ങളെ ഞാൻ ടെൻജോ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും, ടെൻജോ എൻ്റെ കുടുംബ പേരാണ്, നിങ്ങൾക്ക് എന്നെ യുയ എന്ന് വിളിക്കാം എന്ന് പറയുന്നുണ്ടാവും. ലെക്സിയ ഹീറോൻ്റെ അടുത്ത്, നീ എന്നെ രക്ഷിച്ച സമയത്ത് ഞാൻ അപ്കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് നന്ദി പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് ഇത്രയും ദൂരം വന്നത്. ഭാഗ്യവശ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ കഴിഞ്ഞു. നീ എന്നെ രക്ഷിച്ച ശേഷം നിന്നെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഹൃദയമിടിപ്പ് കൂടുമായിരുന്നു. അതുപോലത്തെ ഒരു ഫീലിങ്സ് എനിക്ക് മറ്റാരോടും തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഹീറോയും അത് കേട്ടിട്ട്, നിങ്ങൾ എന്നോട് നന്ദി പറയാൻ വേണ്ടി ഇതുവരെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, പക്ഷെ കല്യാണത്തിനെ കുറിച്ചൊക്കെ എങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുക്കുക എന്ന് ചോദിക്കുന്ന സമയത്ത് ലെക്സിയേം, എനിക്ക് മനസ്സിലായി, ഒരാളെ പെട്ടെന്ന് എങ്ങനെ പ്രേമിക്കും എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റൊമാൻസ് നോവലിലൊക്കെ ഉള്ള പോലെ ആദ്യം ഫ്രണ്ട്സായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നല്ല കപ്പിൾസ് ആവാ എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ അവൻ്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്, ഇവൾ എന്നോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കി അതിന് സമ്മതിക്കുന്നുണ്ടാവും. ആ സോൾജർ ആണെങ്കിൽ, പിന്നൊരു കാര്യം കൂടി, നീ ലെക്സിയനെ രക്ഷിച്ച കാരണം രാജാവ് നിന്നൊരു ഗസ്റ്റായിട്ട് പാലസിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോയും നേഴ്വസായിട്ട്, എനിക്ക് കൊട്ടാരത്തിലേക്കൊന്നും വരാൻ പറ്റൂല എന്ന് തിരിച്ചു പറയുന്ന സമയത്ത് എനിക്ക് നിന്റെ ടെൻഷൻ മനസ്സിലാവും, പക്ഷെ ഇതൊരു റോയൽ കമാൻഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ഹീറോയും ഞാൻ വരാ എന്ന് പറയുന്നുണ്ടാവും. ആ സോൾജർ ആണെങ്കിൽ, ഇവിടുന്ന് പാലസിലേക്ക് പോകാൻ 5 ദിവസം ട്രാവൽ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ഹീറോയും, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഫ്രീ ആയിരിക്കും, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ സോൾജറും, നീ പറഞ്ഞ അന്ന് തന്നെ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ലെക്സിയയുമായി മടങ്ങുന്ന സമയത്ത് അവള് ഹീറോൻ്റെ അടുത്ത്, അടുത്ത തവണ വരുമ്പോൾ ഞാൻ നിന്റെ മനസ്സ് കീഴടക്കും എന്ന് പറയുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ലെക്സിയനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരു പുതിയ ക്യാരക്ടറിനെ ആയിരിക്കും.
അയാള് അടിയാളെടുത്ത് നീ പരാജയപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനും ഞാൻ അയച്ച അസാസിൻസൊക്കെ ലെക്സിയനെ അവളുടെ നൈറ്റ്സിന്ന് വേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ ഡാർക്കസ്റ്റ് റീജിയനിലോട്ട് വഴിതെറ്റിപ്പോയി. അവിടെ വെച്ച് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള മോൺസ്റ്റേഴ്സുമായിട്ട് അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നോണ്ട് തന്നെ എല്ലാവരും മരണപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നീ പറഞ്ഞ പോലെയാണെങ്കിൽ പിന്നെ എങ്ങനെയാടാ ലെക്സിയ ജീവനോടെ ഇരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവനും എനിക്കതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല എന്ന് പറയുന്ന സമയത്ത് അയാളും ടെൻഷനായിട്ട് ഇവിടുന്ന് പൊയ്ക്കോ, നെക്സ്റ്റ് ടൈം നീ എന്നെ ഇതേപോലെ നിരാശപ്പെടുത്തരുത് എന്ന് ചൂടാവുന്ന സമയത്ത് അവനും യുവർ ഹൈനസ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ടാവും. ആ ക്യാരക്ടറാണെങ്കിൽ ലെക്സിയ, നീ എന്നോട് ചെയ്ത ഒന്നും ഞാൻ ഒരിക്കലും മറക്കില്ല, അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചിരിക്കും എന്ന് പറയുന്നുണ്ടാവും. റിയൽ വേൾഡിലാണെങ്കിൽ ഹീറോ കിങ്ങിനെ മീറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ കുറിച്ച് വെച്ചിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ടാവും. ചെയർമാൻ ആണെങ്കിൽ എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ അത് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഹീറോയും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് ഈ അക്കാഡമിയിലെ നിന്റെ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്യുമ്പോൾ ഹീറോയും ഉറപ്പായിട്ടും എന്ന് പറയുന്നുണ്ടാവും. ടീച്ചർ സ്റ്റുഡൻസിൻ്റെ അടുത്ത് യുഎനെ നിങ്ങൾക്ക് മുമ്പേ അറിയാമായിരിക്കും, പക്ഷെ അവൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര പരിചയമില്ല, അതുകൊണ്ട് അവനെന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ സഹായിക്കണം എന്ന് പറയുന്നുണ്ടാവും. പിന്നീട് PT പീരീഡ് ആവുന്ന സമയത്ത് റിയോ ഫുട്ബോൾ കളിക്കുന്ന കണ്ടിട്ട് ഹീറോയും ഷിങ്കോ പറഞ്ഞ പോലെ റിയോക്ക് സ്പോർട്സ് കാറ്റഗറീസിലൊക്കെ നല്ല സ്കില്ലുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പെണ്ണങ്ങോട്ട് വന്നിട്ട് അല്ല നീ ഫുട്ബോൾ കാണാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയും അതെ എനിക്ക് PT ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിന്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ അവളും സോറി നമ്മളിതുവരെ സംസാരിച്ചിട്ടില്ലല്ലേ, എൻ്റെ പേര് കൈഡി കാസുമ, നൈസ് ടു മീറ്റ് യു എന്ന് പറയുമ്പോൾ ഹീറോയും തിരിച്ച് നൈസ് ടു മീറ്റ് യു കാസുമ എന്ന് പറയുന്ന സമയത്ത് അവളാണെങ്കിൽ നിനക്കെൻ്റെ ഫസ്റ്റ് നെയിം ആയിട്ടുള്ള കൈഡി എന്ന് വിളിക്കാം എന്ന് പറയുമ്പോൾ ഹീറോയും ഓക്കെ എന്ന് പറയുന്നുണ്ടാവും. റിയോ ആണെങ്കിൽ അവൻ്റെ ടീമിന് പാസ് കൊടുക്കുന്ന സമയത്ത് അക്കീര എന്ന് പറയുന്ന ഒരു പയ്യൻ കൈഡീൻ്റെ നേരെ ബോൾ അടിക്കുമ്പോൾ ഹീറോയും അവളെ രക്ഷിക്കാൻ വേണ്ടി അതൊരു ഗോളാക്കി മാറ്റുന്നുണ്ടാവും. അത് കണ്ട് സ്റ്റുഡൻസ് ഒക്കെ ഷോക്കാവുന്ന സമയത്ത് ഹീറോ കൈഡീൻ്റെ അടുത്ത് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവളും ഓക്കെ ആണ് എന്ന് പറയുന്നുണ്ടാവും. അക്കീര അങ്ങോട്ട് വന്നിട്ട് സോറി എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ കൈഡിയും എനിക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്ത് റിയോ ആണെങ്കിൽ അക്കീര അത്ര മോശപ്പെട്ട പയ്യനൊന്നുമല്ല എന്ന് പറയുമ്പോൾ ആ പയ്യനും ഹീറോൻ്റെ അടുത്ത് എൻ്റെ പേര് അക്കീര, ഈ അക്കാഡമിയിലെ യങ് നോബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നെയാണ് എന്ന് പറഞ്ഞ് തള്ളി മറിച്ചോണ്ടിരിക്കുമ്പോൾ റിയോ ആണെങ്കിൽ എന്നിട്ട് ഞങ്ങളൊന്നും അത് കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ടാവും. ആ സംഭവത്തിന് ശേഷം ഗേൾസൊക്കെ ഹീറോനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. യൂയ സ്വീറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ മാത്രമല്ല, അവൻ നല്ലൊരു അത്ലറ്റും കൂടിയാണ് എന്ന് പറയുമ്പോൾ കയോരിയും അങ്ങോട്ട് വന്നിട്ട് യൂയ ഇംപ്രസീവായി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ കൈഡിയും അവളടുത്ത് ഞങ്ങൾ ഇൻ്റർവെല്ലായപ്പോൾ ബോയ്സിൻ്റെ ഫുട്ബോൾ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ചൊരു പയ്യൻ എൻ്റെ നേരെ ബോൾ അടിച്ച സമയത്ത് യൂയാണ് എന്നെ രക്ഷിച്ചെ എന്ന് എക്സൈറ്റ്മെൻറ്റോടെ പറയുന്ന സമയത്ത് കയോരിക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അത് കണ്ടിട്ട് ക്യോട്ടയും അവളടുത്ത് ഒരു പയ്യൻ കൈഡിൻ്റെ നേരെ ബോൾ അടിച്ച സമയത്ത് ഹീറോ അവളെ രക്ഷിക്കാൻ വേണ്ടി അതൊരു ഗോളാക്കി മാറ്റി, സാധാരണ ഒരു മനുഷ്യന് അത്രയും സ്പീഡിൽ മൂവ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന സമയത്ത് അവിടെയുള്ള ഗേൾസ് ആണെങ്കിൽ യുഎനെ പോലത്തെ കൂളായിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഗേൾ ഫ്രണ്ട് ഉണ്ടാവും എന്ന് പറയുമ്പോൾ കൈഡിയും കയോരിയും ടെൻഷനായിട്ട് ഞങ്ങളോട് അവൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടാവും. ഹീറോ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയോരി താഴെ നിന്ന് ഹായ് കാണിക്കുന്ന കണ്ടിട്ട് ഹീറോയും തിരിച്ച് ഹായ് എന്ന് പറയുന്നുണ്ടാവും.
ആ സമയത്ത് കുറച്ച് റൗഡീസ് അങ്ങോട്ട് വന്നിട്ട് അവിടെയുള്ള സ്റ്റുഡൻസിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സാറും അലേർട്ടായിട്ട് സ്റ്റുഡൻസിനോടൊക്കെ ക്ലാസ് വിട്ട് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് താഴേക്ക് പോകുന്നുണ്ടാവും. എന്നാൽ സ്റ്റുഡൻസ് ആണെങ്കിൽ വിൻഡോ വഴി നോക്കുന്ന സമയത്ത് അത് കൊടും കുറ്റവാളികളായ റെഡ് ഓർഗേഴ്സിന്റെ ഗ്രൂപ്പാണ് എന്ന് മനസ്സിലാവുന്നുണ്ടാവും. ഹീറോയും ആ പേര് കേൾക്കുന്ന സമയത്ത് ഇത് അറാക്കിന്റെ ഗ്യാങ് അല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. കയോരി അവരിടയിൽ ഹീറോന്റെ ബ്രദറിനെയും സിസ്റ്ററിനെയും കണ്ടിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഹീറോന്റെ ബ്രദർ ആണെങ്കിൽ നീ ഞങ്ങളെ രണ്ടുപേരെയും റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്തു, എന്നിട്ട് ഞങ്ങൾ ആ വൃത്തികെട്ട മൂത്ത സഹോദരനെ മാത്രം OC അക്കാഡമിയിൽ ചേരാൻ വേണ്ടി അനുവദിച്ചു, അതിന് റിവെഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാ എന്ന് പറയുമ്പോൾ കയോരിയും പോലീസ് ഇപ്പം തന്നെ ഇങ്ങോട്ട് വരും, അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടുന്ന് പോയിക്കോ എന്ന് വാൺ ചെയ്യുന്ന സമയത്ത് ഹീറോന്റെ സിസ്റ്റർ ആണെങ്കിൽ പോലീസ് വരാൻ ഇനിയും സമയമെടുക്കും, ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് നിന്നെ തട്ടിക്കൊണ്ടു പോവാം എന്ന് പറയുമ്പോൾ ആ ഗ്യാങ്ങിന്റെ ലീഡറും കയോരീനെ പിടിക്കാൻ വേണ്ടി ഓർഡർ ഇടുന്നുണ്ടാവും. ഹീറോ കയോരീനെ രക്ഷിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന സമയത്ത് അവന്റെ കാല് വിറയ്ക്കുന്നുണ്ടാവും. ഞാൻ അനദർ വേൾഡിൽ വെച്ച് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ അറാക്കിന്റെ ഗ്രൂപ്പിനെ കണ്ടിട്ട് ഞാൻ എന്തിനാ പേടിക്കുന്നത്? എൻ്റെ ബോഡി കൂടുതൽ പവർഫുൾ ആയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സ് ഇപ്പോഴും പണ്ടത്തെ പോലെ വീക്കാണ് എന്ന് ചിന്തിച്ച് ബ്ലാക്ക് ഔട്ട് ആവുന്ന സമയത്ത് ഹീറോയും നോർമൽ ആവാൻ വേണ്ടി സ്വയം ഫേസിൽ അടിക്കുന്നുണ്ടാവും. സ്റ്റുഡൻസ് ഒക്കെ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് വിൻഡോ തുറന്ന് താഴേക്ക് ചാടുന്നുണ്ടാവും. അത് കണ്ടിട്ട് എല്ലാവരും ഷോക്കാവുന്ന സമയത്ത് അറാക്കിയാണെങ്കിൽ നീ ഈ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയ ശേഷം നിനക്ക് അഹങ്കാരം കുറച്ച് കൂടിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുക്കുമ്പോൾ ഹീറോയും ആ അറ്റാക്കിന്നൊക്കെ വളരെ സ്പീഡിൽ ഡാഡ്ജ് ചെയ്തിട്ട് കയോരീനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഹീറോനേക്കാളും ഇരട്ടി സൈസുള്ള ഒരുത്തൻ അങ്ങോട്ട് വന്നിട്ട് നീ വളരെ ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ എൻ്റെ സ്ട്രെങ്ത്തിൻ്റെ മുമ്പിൽ അതൊന്നും ചിലവാവൂല എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഹീറോ അവനെ ഒറ്റ കൈ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് എടുത്ത് വലിച്ചെറിയുന്നുണ്ടാവും. കയോരി നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ റെഡ് ഓർക്കിന്റെ ലീഡർ ഹീറോനെ ബൈക്ക് കയറ്റി കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ഹീറോയും അതിൽ നിന്നൊക്കെ ഡാജ് ചെയ്യുമ്പോൾ അവൻ്റെ കൺട്രോൾ തെറ്റി വണ്ടി ആക്സിഡൻ്റ് ആവുന്നുണ്ടാവും. അങ്ങനെ പോലീസുകാർ ഹീറോന്റെ ബ്രദറിനെയും സിസ്റ്ററിനെയും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹീറോന്റെ ബ്രദർ ആണെങ്കിൽ ആ റെഡ് ഓർഗേഴ്സിന്റെ ഗ്രൂപ്പ് വെറും യൂസ്ലെസ് ആണ് എന്ന് അവരെ മാത്രം കുറ്റം പറയുന്ന സമയത്ത് ആ ലീഡറും ടെൻഷനായിട്ട് ഈ പ്ലാൻ മുഴുവൻ നിന്റേതായിരുന്നു, എന്നിട്ട് ഞങ്ങളെ മാത്രം കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഹീറോ അവനെ രക്ഷിക്കുന്നുണ്ടാവും. യൂട്ട നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ലീഡർ ടെൻഷനായിട്ട് എന്തിനാടാ എൻ്റെ വഴിയിൽ തടസ്സമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഹീറോ ഒരു ടെറർ ലുക്ക് കൊടുക്കുന്ന സമയത്ത് അവനും പേടിക്കുന്നുണ്ടാവും. ഹീറോന്റെ ബ്രദർ അവൻ്റെ അടുത്ത് ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നിട്ടും നീ എന്തിനാ എന്നെ രക്ഷിച്ചേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ നീ പറഞ്ഞൊക്കെ സത്യമാണ്, നീ കാരണം ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നമ്മളൊക്കെ ഒരു ഫാമിലിയാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അവരും സോറി, നിന്നെപ്പോലത്തെ ഒരു സഹോദരന്റെ രക്തബന്ധം ആവാൻ ഞങ്ങൾക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് കരയുന്നുണ്ടാവും. ഹീറോന്റെ ഫ്രണ്ട്സൊക്കെ അവൻ്റെ അടുത്ത് നീ ശരിക്കും എന്താ കാണിച്ചേ, ഞങ്ങളൊക്കെ നിന്നോർത്ത് എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോയും സോറി, ഞാൻ ചെയ്തത് കുറച്ച് വിയേർഡായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ റിയോ ആണെങ്കിൽ നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ നീ ഒരു അമേസിംഗ് ആയിട്ടുള്ള ആളായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ നീ ഇത്രയും അമേസിംഗ് ആണെന്ന് ഞാൻ കരുതിയിരുന്നില്ല, എനിവേ നിനക്ക് പരിക്കൊന്നും പറ്റാത്തതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് കെയർ ചെയ്യുന്ന സമയത്ത് ഹീറോയും ഹാപ്പി ആവുന്നുണ്ടാവും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് അറിയിക്കുക. എന്നാൽ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്.